ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, അവരുടെ മനസ്സിൽ അവരെങ്ങനെയാണ് നിങ്ങളെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും കാണുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോയുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് വരാം. അതായത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ഇല്ലെങ്കിൽ വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നതിനായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ ചെയ്തിട്ടുണ്ടാവാം. ചിലർ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ഫിസിക്കലായിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ പുറകെ പോയിട്ടുണ്ടാവാം. ഏതെങ്കിലും ഫ്രണ്ട്സോ അങ്ങനെ മീഡിയേറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ശേഷം ഈ ഒരു പ്രാർത്ഥനയുടെ വഴി അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേറ്റിംഗ് എന്നൊക്കെയുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പാർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അധ്വാനം അത് ഫലം കാണുന്ന ഒരു സമയമാണിത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻസ് എല്ലാം റിയൽ ആവുന്ന ഒരു ടൈമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ റിസൾട്ട് ഉണ്ടാവും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് എല്ലാത്തിനും ഒരു പ്രോപ്പർ ടൈം ഉണ്ട്. അത് ഓരോ മനുഷ്യനും വ്യത്യസ്തമായിരിക്കാം. നമ്മുടെ ഒരു ഡിവൈൻ ടൈം എന്ന് പറയുന്നത് പോലെ പലർക്കും പലതാണ്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥന, അതുപോലെ നമ്മളുടെ സമയം, നമ്മളുടെ പേഴ്സൺ നമ്മളിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള റീയൂണിയനുള്ള ടൈം, ഇതെല്ലാം അതിൻ്റെ ഓരോരോ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ ഈ ഒരു സ്പ്രെഡ് എടുത്ത് നോക്കുമ്പോൾ ആദ്യമേ തന്നെ നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഒരുപാട് സ്ട്രഗിൾസൊക്കെ നടത്തിയിട്ടും ഒരു റിസൾട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല, നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ വീണ്ടും എന്താ പറയുന്നത്, അതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്ത് കളയാതെ പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ വഴിയിലൂടെ, അതായത് നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ വേയിൽ നല്ല രീതിയിൽ ശക്തി പ്രാപിച്ച് അല്ലെങ്കിൽ അതിലേക്ക് വിശ്വസിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ആൾക്കാരെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും ഈ ഒരു രീതിയിലായിരിക്കണം റിലേഷൻഷിപ്പിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ അതെല്ലാം വർക്ക് ആവാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ഒരു ഡ്രീം ട്രൂ ആവാനായിട്ട് പോകുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങളിവിടെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് ഒരുപാട് നാളുകളായിട്ട് കോൺടാക്റ്റ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോൺടാക്റ്റ് കിട്ടിയാലും മതി എന്നുള്ളൊരു രീതിയിലല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ നല്ല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മുറിവ് തന്നിട്ടുണ്ട്. ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള അത്രയും ഒരു ഹേർട്ട് ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തെറ്റും കാര്യങ്ങളും അവർ തിരിച്ചറിഞ്ഞ് ക്ഷമ പറഞ്ഞ് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊരു അപ്പോളജി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു അപ്പോളജി മാത്രമല്ല, അവർ ഇനി നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഇനി ഇങ്ങനെയുള്ള പാളിച്ചകൾ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവരുതെന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ബാലൻസ്ഡ് എന്നുള്ള രീതിയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഓവറായിട്ട് ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുന്നില്ല, എന്നാൽ ഇത് ഉപേക്ഷിക്കുന്നുമില്ല. ഒരു ന്യൂട്രൽ പൊസിഷൻ എന്ന് പറയുന്നത് പോലെ നിൽക്കുകയാണ്. ഈ ഒരു പേഴ്സൺ വരണമോ അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഒരു ലൈഫ് വേണമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ ഒഴിവായി പോകണമെന്നോ അല്ലെങ്കിൽ അവർ വേണ്ടെന്നൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. പക്ഷെ അവർ മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളെ മനസ്സിലാക്കി അവർ വീണ്ടും തിരിച്ചു വരണം, നിങ്ങൾക്ക് ആ ഒരു അപ്പോളജി കിട്ടണം എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ആഗ്രഹം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓവറായിട്ട് ഇതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പഴയ എനർജി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഫിസിക്കലിയൊക്കെ നിങ്ങൾ ഒരുപാട് പുറകെ പോയിട്ടുണ്ടാവും, ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു രീതിയിലേക്ക് പോകാനൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ സ്പിരിച്വലി കുറച്ചും കൂടി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന് തരട്ടെ എന്നുള്ള രീതിയിലിരിക്കുകയാണ്. പക്ഷേ ഇനി വരുമ്പോൾ ധൃതി പിടിച്ച് വന്നില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ എന്നെ മനസ്സിലാക്കി തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പോവുകയാണ്. അതായത് നിങ്ങളുടെ മൈൻഡ് ഇതിനായിട്ട് അനാവശ്യമായിട്ട് ധൃതി പിടിക്കുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിനും അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണ്. ആവശ്യത്തിന് സമയം എടുത്തോട്ടെ, പക്ഷെ സമയം എടുത്ത് വരുമ്പോൾ എനിക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നു.
അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ കുടുംബത്തിലെ ഒരു ഏർണിംഗ് മെമ്പർ ആയിരിക്കാം. അവർ അധ്വാനിച്ചിട്ടായിരിക്കാം അവരുടെ ഫാമിലി മുന്നോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെയും കൂടി ഒരു ഈക്വൽ കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ അധ്വാനിക്കാൻ മനസ്സുള്ള വ്യക്തിയാണ്. കൂടുതലായിട്ട് പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോടും അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ കുറച്ച് മോഹം കൂടുതലായിട്ടുള്ള പേഴ്സണും ആയിരിക്കും. ഇനി ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ബന്ധത്തിലും കൊടുക്കൽ വാങ്ങലുകൾ, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് പ്രാധാന്യം ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡീലിങ്സ് നിങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഇമോഷണലി തളച്ചിടാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെയധികം വർക്ക് ഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ അവർക്ക് അവരുടെ ഒരു ജോലി അല്ലെങ്കിൽ അവരുടെ ഒരു കരിയർ ആ ഒരു സംഭവത്തെ കഴിഞ്ഞിട്ടേ ആയിരിക്കുള്ളൂ മറ്റെന്തും. അത്രയധികം അവരുടെ ആ ഒരു കരിയറിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും അതിനകത്തൊക്കെ ഒരു പാളിച്ച വരാനായിട്ട് സമ്മതിക്കാത്തൊരു പേഴ്സൺ. അതായത് നമ്മളുടെ ലൈഫിൽ ചിലവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ജോലിയെല്ലാം ഡ്രോപ്പ് ചെയ്ത് കളയുന്ന അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവർ അങ്ങനെയല്ല. എത്ര ബുദ്ധിമുട്ടും പ്രതിസന്ധിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരുടെ ജോലിയും കാര്യങ്ങളൊന്നും വിട്ടിട്ട് അവർക്ക് യാതൊരു കളിയില്ല. അങ്ങനെയുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെയും അവർ കണ്ടിട്ടുള്ളത് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് വാല്യൂ ഉണ്ടാക്കി തരുന്ന ഒരു പേഴ്സണാണ് നിങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നിങ്ങളെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോഴും നോക്കുമ്പോഴും അതിനവർക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. അവർ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ കാണുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് പ്രഷ്യസ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ കടന്നു വന്നതിന് ശേഷം ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ നല്ല നല്ല മാറ്റങ്ങളൊക്കെ ആ ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ചില വ്യക്തികൾ നമ്മുടെ ലൈഫിൽ വരുന്നതോടുകൂടി ഭയങ്കര ഉയർച്ചയിലേക്ക് നമ്മൾ പോകാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളെന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഒരു എന്താ പറയുന്ന ഒരു ലക്കി ചാം എന്നൊക്കെ പറയുന്നത് പോലെ അവർക്കൊരു ലക്ക് ഫാക്ടറും കൂടിയായിരുന്നു നിങ്ങൾ. അപ്പോൾ ഇവർ വളരെയധികം പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർ ഇമോഷൻസിനായിരിക്കില്ല വാല്യൂ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവരെയും ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കൂടിയും അതിനേക്കാൾ പ്രധാനം ഇതാണ്, നാളെ ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതെനിക്കൊരു പാളിച്ചയായിട്ട് വരും, അതുകൊണ്ട് കുറച്ച് വിഷമമാണെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് പ്രാക്ടിക്കൽ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കാം. അതേസമയം ഇമോഷണലി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ പ്രാക്ടിക്കാലിറ്റി ഒന്നും നോക്കാൻ നിൽക്കില്ല. അല്ലെങ്കിൽ നാളെ എന്ത് വരുന്നു നോക്കാൻ നിൽക്കില്ല. അവർക്ക് ബന്ധങ്ങൾ വലിയ പ്രധാനമാണ്. അല്ലെങ്കിൽ ഇമോഷൻസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് ഹേർട്ട് ആവാതിരിക്കാനായിരിക്കും മാക്സിമം നോക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നിങ്ങൾ ഇമോഷൻസിന് ഒരുപാട് അടിമപ്പെടുന്ന വ്യക്തികളായിരിക്കാം. അല്ലെങ്കിൽ അതിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ആ ഒരു എന്താ പറയുന്നത് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു മേന്മയുടെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ തട്ട് താണു പോകരുത്. എന്ത് ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു നേട്ടം പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണ്. അതായത് ആ ഒരു ബിസിനസ് മൈൻഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ ലൈഫിൽ ഇതുപോലെയുള്ള ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് അവർക്ക് കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാതിരുന്ന ഒരു ടൈമിൽ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതായത് ഒരകലം പാലിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് അവർ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഇനി ഒരു റിലേഷൻഷിപ്പ് തുടരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കാം. അല്ലെങ്കിൽ വലിയ എക്സ്പ്ലനേഷനൊന്നും തരാതെ മാറി നിന്നിട്ടുള്ളതായിരിക്കാം. നിങ്ങൾക്ക് ഒരു പഴയ പരിഗണനയോ കാര്യങ്ങളോ ഒക്കെ തരാതെ മാറി നിന്നിട്ടുള്ളതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പും അവരുടെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളും കൂടി എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളുണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചതായിരിക്കും. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു മറ്റൊരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർ വളരെ പ്രാക്ടിക്കലി തിങ്ക് ചെയ്തു. പ്രാക്ടിക്കലി ആണ് അവർ അപ്പോൾ തീരുമാനം എടുത്തത്. ഇമോഷൻസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇമോഷൻസിനോ ഒന്നും അവർ വാല്യൂ കൊടുത്തില്ല. അവരുടെ ഇമോഷൻസിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല. അവർ ഫ്യൂച്ചറിൻ്റെ സേഫ്റ്റി എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു സംഭവം ചൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് അവർ നിങ്ങളെ ഒഴിവാക്കി നിർത്തി, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തി. നിങ്ങൾക്കൊരു ബൗണ്ടറി വെച്ച് നിങ്ങളെ മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഒരു അകൽച്ച തുടങ്ങിയിട്ട് മേ ബി കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം. കാരണം നമുക്കിവിടെ കാണുന്നത് ഇതിൻ്റെ ഒരു അനക്കമൊന്നുമില്ല, റെസ്റ്റായിട്ട് കിടക്കുന്നതായിട്ടാണ്. ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് പോലും ആവണമെന്നില്ല. കാരണം ഒട്ടും ഒരു സിങ്ക് ചെയ്ത് പോകുന്ന എനർജീസ് അല്ല. രണ്ടുപേരും രണ്ട് ദിക്കിലാണ്. ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളും തീർത്തും അകന്നു പോയതായിട്ട്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, അത് പൊടി പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലൂടെ ആയിരിക്കണം ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിന്ന ആ ഒരു ടൈം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാതിരുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നപ്പോൾ എന്താണോ ആ ഒരു രീതിയിലല്ലാതെ അവർക്ക് ഒരുപാട് ചലഞ്ചസ് അവരുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഓരോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മനുഷ്യന് പുതിയ പുതിയ അറിവുകളാണ് നൽകുന്നത്. ചിലപ്പോൾ നമ്മൾ ഇതുവരെ അറിയാത്ത ചില കാര്യങ്ങളെല്ലാം നമുക്ക് ചിലപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് വരുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് കയറി വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കൊരു വേദന വരുമ്പോഴാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു ടൈം മുതൽ ഇപ്പോൾ വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിയെ പതിയെ ഗ്രാജുവലി ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ന്യൂട്രലായിട്ട് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ സമചിത്തതയോടുകൂടി പെരുമാറാനായിട്ട് നിങ്ങൾക്കിപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും അവരുടെ ലൈഫിൽ നിങ്ങളിൽ നിന്ന് അകന്നു നിന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്നൊരു ടൈമിൽ ഒരുപാട് ചാലഞ്ചസും കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഓൾറെഡി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള പേഴ്സണൊക്കെ തന്നെയാണ്. പക്ഷെ അവർക്ക് അല്ലാതെ സാധാരണ മനുഷ്യരുടെ ഇമോഷൻസ് കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു എമ്പതി ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, അവരിപ്പോൾ പഴയ വ്യക്തിയല്ല, അവർക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ മാറിയതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾ കുറേ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചതുപോലെ അവരുടെ ലൈഫിൽ അവർക്കും ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, പുതിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പണ്ട് എങ്ങനെയാണോ ആ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നത് അതുപോലെയുള്ള വ്യക്തി ആയിരിക്കണം എന്നില്ല, ഒരുപാട് ചേഞ്ചസ് ആ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഓൾറെഡി അവർക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങളെ വളരെ പ്രഷ്യസ് ആയിട്ട് കണ്ടിരുന്നു എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർക്ക് നിങ്ങളെ മാറ്റി നിർത്തുന്നതിന്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വേദനിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു സേഫ്റ്റി നോക്കുന്നതിന് അവർക്കൊരു മടി ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവർ കൂടുതൽ അവരുടെ ഒരു സേഫ്റ്റി, അവരുടെ ഒരു ഫ്യൂച്ചറാണ് ചിന്തിച്ചത്. അപ്പോൾ ഇമോഷൻസിന് യാതൊരു വാല്യൂ അവർ കൊടുത്തില്ല. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫിൽ ഇതുപോലെയുള്ള തിരിച്ചടികൾ ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു വേദന അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തായിരിക്കും ഇങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന പെയിൻ, അതായത് നമ്മളൊരാൾക്ക് കൊടുക്കുന്നത് നമുക്ക് മറ്റൊരാളിലൂടെ തിരിച്ചു കിട്ടും, കർമ്മ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ആ ഒരു കർമ്മ പീരീഡ് ചിലപ്പോൾ അവർ ഫേസ് ചെയ്തുകൊണ്ടായിരിക്കാം അവർക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. മേ ബി ആ ഒരു ടൈമിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഓവർകം ചെയ്യാൻ സാധിക്കാതെ ചിലവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡ്രിങ്കിങ് ഹാബിറ്റിലേക്കൊക്കെ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ചിലവർ അങ്ങനെയാണല്ലോ, വിഷമവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് ചിലവർ മദ്യത്തിനെ കൂട്ടുപിടിക്കും, ചിലവർ മറ്റേതെങ്കിലും രീതിയിൽ ഡ്രഗ്സ് ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂട്ടുപിടിക്കും. അത് ഓരോ വ്യക്തിയും ചിലപ്പോൾ താങ്ങാവുന്നതിനധികം വേദന വരുമ്പോൾ ഓരോ മനുഷ്യരും കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള സാഹചര്യങ്ങളിലേക്കോ ഒക്കെ പോകാനുള്ള ടെൻഡൻസി ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു പ്ലേസിൽ നിന്നൊക്കെയാണ് അവരിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് തിരിച്ചു വരാനായിട്ട് നോക്കുന്നത്, അല്ലെങ്കിൽ നല്ലൊരു മാറ്റം വന്നിട്ടുള്ളത് ആ ഒരു പേഴ്സണ് ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് നഷ്ടമായിട്ടുള്ളൊരു വ്യക്തി തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 തരത്തിലുള്ള ആൾക്കാരുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു പേഴ്സൺ ഒരുപാട് നാളുകളായിട്ട് ചിലപ്പോൾ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, മിണ്ടുന്നുണ്ടാവില്ല. ഒന്ന് തിരിച്ച് വന്ന് കിട്ടിയാൽ മതി, ജസ്റ്റ് ഒരു കോണ്ടാക്റ്റ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ട് അവർ തന്നെ ഡോമിനേറ്റ് ചെയ്തോട്ടെ ഈ ഒരു റിലേഷൻഷിപ്പ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല, പക്ഷെ അവരെ തിരിച്ച് കിട്ടണം, അത്രയും മാത്രമേ ഉള്ളൂ ആഗ്രഹം. അങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട്. ഇനി രണ്ടാമത്തെ കാറ്റഗറി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ എന്തെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടൊക്കെ മാറി നിന്നാണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുമ്പോൾ, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഒരു എനർജി തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ മനസ്സിലാക്കി എൻ്റെ റിലേഷൻഷിപ്പിൽ 2 പേരും തുല്യ ഇമ്പോർട്ടൻസോടുകൂടി പോകണം, പക്ഷേ എന്നെ കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, എന്നോട് ചെയ്ത തെറ്റുകൾ അവർ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് തിരിച്ചു വരണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇനി 3rd കാറ്റഗറി എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇനി ഞാനായിരിക്കും ഇത് റൂൾ ചെയ്യുക, നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടി വരും, തിരിച്ചു വരുമ്പോൾ എൻ്റെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു 2nd കാറ്റഗറി, അതായത് ഇവിടെ നമ്മൾ കാണുന്ന നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് വിട്ടുവീഴ്ചകൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാണ്, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ആ ഒരു തെറ്റ് ആവർത്തിക്കരുത്, അത് മാത്രമേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ 3 കാറ്റഗറിയിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അധികമായിട്ട് എന്താ പറയുന്നത്, വളരെയധികം സട്ടിലായിട്ടുള്ള ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ഒരു എല്ലാത്തിനും മനസ്സുള്ള ആൾക്കാരാണ് നിങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു പേഴ്സൺ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ
അത് അവരുടെ ലൈഫിലുള്ള അവർ പ്രഷ്യസ് ആയിട്ടാണ് കണ്ടിരുന്നതെങ്കിൽ പോലും അവരെൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ ഒരുപാട് വാല്യൂ ഉള്ള വ്യക്തികളെയാണ് അവർ നഷ്ടപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങളെ അവർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ കൂടെ നിങ്ങളില്ല, രണ്ടുപേരും രണ്ട് പാത്രമായിട്ട് മാറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരിക്കലും നിങ്ങളുടെ നഷ്ടമല്ല, അവരുടെ നഷ്ടമായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വിധിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു ബ്രേക്കിംഗ് ഉണ്ടായതെന്നുള്ളതാണ്. കാരണം അത്രയും അവർക്ക് ആപ്റ്റായിട്ടുള്ള മറ്റൊരു വ്യക്തികളും ഉണ്ടാവില്ല. അത്രയധികം ആ ഒരു പേഴ്സണെ മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അപ്പോൾ ഇപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ചാലഞ്ചസോ അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള കർമാസോ കാര്യങ്ങളോ ഒക്കെ അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ്. അവർ മനസ്സിലാക്കി നിങ്ങളില്ലാത്തത് അവരുടെ നഷ്ടമാണ്, ഒരിക്കലും നിങ്ങളുടെ നഷ്ടമല്ല എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം അവർക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്. ആ ഒരു പേഴ്സൺ നിങ്ങളോട് കാണിച്ചത് ശരിയായിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഒരുപാട് നാളുകളായിട്ട് അവരുടെ മനസ്സിൽ ആ ഒരു റിഗ്രറ്റ് ഫീലിംഗ് ഉണ്ട്. അവർ ചെയ്തത് തെറ്റായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഇത്രയും സ്നേഹത്തോടു കൂടി ഇരുന്നിട്ട് ഒരു പേഴ്സണെ ചിലപ്പോൾ ഇങ്ങനെ ചതിച്ച രീതിയിൽ തന്നെയായിരിക്കാം നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവുന്നത്. കാരണം ഈ ഇമോഷണലിയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമ്മളോടൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളോടൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കല്ലിൽ കൊത്തിയിട്ട പോലെ ആയിരിക്കും സത്യം പറഞ്ഞ് ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ കിടക്കുക. അതായത് അത്രയ്ക്ക് പവർഫുള്ളാണ്. അവരിങ്ങനെ പറഞ്ഞല്ലോ, ആ വാക്ക് മതി, അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട. അവരുടെ വാക്ക് അത്രയും ട്രസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ പിറ്റേ ദിവസം അവർ വെള്ളത്തിൽ വരച്ച വര പോലെ ഇതങ്ങോട്ട് വായിച്ച് കളഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ അത്രയും സ്ട്രോങ് ആയിട്ട് എന്നോട് പറഞ്ഞിട്ട് എങ്ങനെ ഇവർക്കിത് മാറാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടോ പ്രാക്ടിക്കലായിട്ടൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവർക്കത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ പറഞ്ഞ വാക്കിന് വില വേണം, അല്ലെങ്കിൽ ആ ഒരു വാക്കിനെ വിശ്വസിക്കുന്ന ആൾക്കാർക്കെന്ന് പറയുന്നത് അത് കൊല്ലുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ഒരുപാട് പ്രാക്ടിക്കാലിറ്റി ഒക്കെ നോക്കി പോയിട്ടും ഫ്യൂച്ചർ സേഫ് ആക്കാനായിട്ടൊക്കെ പോയിട്ടും നിങ്ങളിൽ നിന്ന് മാറിയ ശേഷം ആ ഒരു പേഴ്സണ് പ്രത്യേകിച്ച് മെച്ചമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങളായിരുന്നു അവരുടെ ഒരു ലക്കി ചാം. നിങ്ങൾ നഷ്ടപ്പെട്ട ശേഷം അവരുടെ ലൈഫിൽ വന്നിട്ടുള്ളതെല്ലാം ദുർഗതിയായിരുന്നു. അപ്പോൾ അതായത് അവർ നമ്മളുടെ മനുഷ്യൻ്റെ കാൽക്കുലേഷൻ അല്ല ഒരിക്കലും ഡിവൈൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്, നമ്മൾ പ്ലാൻ ചെയ്യണം, നമ്മളുടെ ലൈഫ് ഇങ്ങനെയാണ്, നാളെ ഇങ്ങനെ പോകും, ഇങ്ങനെ നമ്മൾ കിടന്ന് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നുമല്ല. യഥാർത്ഥത്തിൽ നമ്മളുടെ ചിന്തകളും അല്ലെങ്കിൽ നമ്മൾ കണക്കൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റിപ്പോകാനായിട്ട് സെക്കൻഡ്സ് മതി. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ എല്ലാം നടക്കും. അപ്പോൾ അത് ലൈഫിൽ നിന്ന് പഠിച്ചിട്ട് വരുന്ന വ്യക്തിയാണ്. സോ ഇപ്പോൾ ഇവർക്ക് അറിയാം എത്രത്തോളം നിങ്ങളവരെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ നിങ്ങളോട് കാണിച്ചത് എത്ര മോശമായി പോയി എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. അപ്പോൾ അവർ ഒരുപാട് നാളുകളായിട്ടും ഇങ്ങനെ അവരുടെ മനസ്സിൽ ഈ ഒരു കുറ്റബോധം കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇത് വന്ന് പറയണം, അത് ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് നീണ്ടു പോകുന്നതായിട്ടാണ് നമുക്ക് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസും നിങ്ങളുടെ കാത്തിരിപ്പും നിങ്ങളുടെ പ്രാർത്ഥനകളും ഒക്കെ ഫലം കാണാൻ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു ഡിവൈൻ ടൈം ആയതുകൊണ്ട് തന്നെയാണ് അവരുടെ മനസ്സിനകത്ത് ഒരുപാട് നാളുകളായിട്ട് അവർ ഈ ഒരു ചിന്ത കൊണ്ട് നടന്നിട്ടും നിങ്ങളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ വരണം, അല്ലെങ്കിൽ വീണ്ടും വന്ന ആ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെയും കൂടി ഒരു പവർ കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസിനൊക്കെ ഫലം കാണുന്ന ഒരു സമയം ആയതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് ആ ഒരു ഡിവൈൻ്റെ ഇടപെടലും കൂടി വന്നതുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് അതിലേക്ക് വരാനുള്ള ചില കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറയാമെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു ധൈര്യം കിട്ടില്ല, അല്ലെങ്കിൽ പല പല പ്രതിബന്ധങ്ങളായിരിക്കും. ചിലപ്പോൾ ഇന്ന് പറയാൻ വരുമ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും ഉടക്കുണ്ടാകുന്നത്. അപ്പോൾ അതിന് പിന്നെ ആവട്ടെ, ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവോ, അങ്ങനെയുള്ളൊരു ചിന്ത വരും, വീണ്ടും അത് നീണ്ടുപോകും. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ എല്ലാം വർക്കൗട്ടായിട്ട്, അല്ലെങ്കിൽ എല്ലാം സമാന്തരമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഒരു പേഴ്സൺ വരുന്നത് ഒരു പുതിയ വ്യക്തിയായിട്ടാണ്. നിങ്ങൾ കണ്ട ആ ഒരു പഴയ എനർജി, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോഴുള്ള എനർജിയുള്ള വ്യക്തിയായിട്ടല്ല, ഒരുപാട് മാറ്റങ്ങളോടുകൂടി വരികയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫുൾ ഫ്രീഡം ആയിട്ട് വരുന്നൊരു വ്യക്തിയാണ്. ഈ പ്ലാനിങ്ങും കാൽക്കുലേഷനും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് കണക്കൂട്ടി ജീവിക്കുകയും ഒരു ബിസിനസ് മൈൻഡായിട്ടൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിലൊന്നും ലൈഫിൽ വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വരുന്നൊരു പേഴ്സണാണ്. അത്രയും ഫ്രീ ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും വരണം, അല്ലെങ്കിൽ രണ്ട് പേർക്കും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് ഇത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ക്ഷമ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവർ നിങ്ങൾ അത്രത്തോളം മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന വ്യക്തികളാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒക്കെ റീഡിങ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു പേഴ്സൺ വലിയ മാറ്റമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അവർ പോയത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളോ എക്സ്പീരിയൻസുകളോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചറിവോ ഒന്നും വന്നിട്ടുള്ള വ്യക്തിയല്ല. പക്ഷേ ഇവിടെ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ വന്നിരിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് തിരിച്ചറിവിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം ആ ഒരു പേഴ്സൺ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നിങ്ങളുടെയും പേഴ്സൻ്റെയൊക്കെ എനർജി ഇത്തരത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
അപ്പോൾ എങ്കിൽ കൂടി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുക്കാം. അപ്പോൾ എത്രത്തോളം ഇത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യും എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. ലിയോ സോഡിയാക് സൈൻ. നമ്പർ 7, നമ്പർ 5 കാപ്രിക്കോൺ സോഡിയാക് സൈൻ. ഉത്രാടം, letter N, letter V, number 24, Kasargod, letter A, January month, number 10, letter E, letter C, letter J, June month, Wayanad, Chodi Nakshatram, Idukki district, Cancer zodiac sign, letter B, B ആണ് ട്ടോ. letter T, Gemini zodiac sign, number 17, number 12, letter R, March month, and finally number 26. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. കാരണം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അത്രയും നമ്മൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ കൂടി വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ട് വരുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ മനുഷ്യരുടെ വേദന എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനൊരു കർമ്മ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് നാളെ ഒരു തെറ്റ് ചെയ്യാനായിട്ട് വീണ്ടും പേടിയായിരിക്കും, അവരതിലേക്ക് പോവില്ല. അപ്പോൾ അതുപോലെയുള്ളൊരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് നിങ്ങളോട് പ്രധാനമായിട്ടും പറയാനുള്ളത് അവർ ചെയ്തു പോയ തെറ്റിന് ക്ഷമ ചോദിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഒരു ആഗ്രഹവും അതുപോലെ തന്നെ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വേണം, നിങ്ങളാണ് അവരുടെ ഒരു ഭാഗ്യം എന്നവർ വീണ്ടും ഉറപ്പിച്ച് മനസ്സിലാക്കിയിട്ട് വരുന്നൊരു പേഴ്സണാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.